വനിതകൾക്ക് സംവരണമില്ലാത്ത പുരുഷാധിപത്യ രാഷ്ട്രീയ കാലത്ത് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി ചരിത്രം കുറിച്ച ഒരാളുണ്ട്. എറണാകുളം കോതമംഗലത്ത് ഊന്നുകൽ സ്വദേശി അന്നമ്മ ജേക്കബ്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് അന്നമ്മ ജേക്കബ്. ഒരു വനിത രാഷ്ട്രീയത്തിലിറങ്ങിയാൽ ആളുകൾ അതിശയത്തോടെ നോക്കുന്ന കാലം. വനിതകൾക്ക് അവസരമില്ലാത്ത കാലത്ത് അവസരം സൃഷ്ടിച്ച അതുല്യ പ്രതിഭയായിരുന്നു അന്നമ്മ ജേക്കബ്. 1963 പഞ്ചായത്ത് കമ്മിറ്റിയാണ് അന്ന് ഒരു വനിതയെ നോമിനേറ്റ് ചെയ്യുന്നത്. അന്ന് പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായിട്ട് 68 വരെ തുടർന്നു. നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1963 കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർ, 1968 മുതൽ 79 വരെ പഞ്ചായത്തിൻ്റെ അമരത്ത്. അങ്ങനെ കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബഹുമതിയും അന്നമ്മയ്ക്ക് സ്വന്തം. 1979 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ചപ്പോഴും എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ചരിത്രം. 84 കഴിഞ്ഞിട്ടും ഈ വാർഡ് വനിതാ വാർഡായിട്ടായിരുന്നു. പലരും വന്ന് വിളിച്ചു. അപ്പോഴേക്കും രാഷ്ട്രീയ രീതിയിലായി എലക്ഷൻ. അപ്പോൾ എനിക്കതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ തൽക്കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. രാഷ്ട്രീയ അതിപ്രസരം മൂലം 1984 പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറിയ അന്നമ്മ നവതിയുടെ നിറവിലും കുടുംബജീവിതവും കൃഷിയുമായി അങ്ങനെ കഴിയുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴിപ്പിക്കുന്ന ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാലവും കൺമുന്നിൽ കണ്ട്. മീഡിയ 1 കൊച്ചി.